ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. അപ്പോൾ കുറച്ച് ദിവസമായാലും നമ്മൾ MCQs ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് MCQs ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡിവിഷണൽ അക്കൗണ്ടിനും അതുപോലെ HST കോമേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് MCQs ആണ്. ഒന്നാമത്, ഡാഷ് ആർ ദ ഔട്ട്ഫ്ലോ ഓഫ് അസറ്റ് ഓർ ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി. ലൈബിലിറ്റി കൂട്ടുകയും അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതും ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എക്സ്പെൻസ് ആണ്. ഓക്കെ, എക്സ്പെൻസ് ആണ്. അസറ്റിൻ്റെ ഇൻഫ്ലോ കൂട്ടുന്നത് എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ റെൻറ്റ് പേ ചെയ്തു ഉടനെ അവിടെ എന്താ വരുന്നത്? ഒരു അസറ്റ് ക്യാഷ് പോവുകയാണ് അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പം അസറ്റ് കൂടുന്നതും ലൈബിലിറ്റിയിൽ ഇൻക്രീസും വരുന്നത് എക്സ്പെൻസിൻ്റെ പെക്യുലാരിറ്റിയാണ്. പഠിച്ചു വെച്ചേക്കുക. ദെൻ ഓൾ നോമിനൽ അക്കൗണ്ട് ബാലൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു. നോമിനൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. ബാലൻസ് ഷീറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടുമാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടിൻ്റെയും ബാലൻസാണ്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് കറക്റ്റ് ഇക്വേഷൻ. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള കറക്റ്റ് ഇക്വേഷനാണ് എന്ത്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള കറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓർത്ത് വെച്ചേക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ. ഇത് രണ്ടും കൊമേഴ്സിൻ്റെ ഒരു ബേസ് ഇക്വേഷനാണ്. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ദെൻ ക്യാരിയേജ് ഓൺ സെയിൽ ഈസ് ഓൾസോ നോൺ ആസ്. ക്യാരിയേജ് ഓൺ സെയിൽ, സെയിലിൽ നടക്കുന്ന ക്യാരിയേജിന് നമ്മൾ ക്യാരിയേജ് ഔട്ട്വേർഡ് എന്നാണ് പറയുക. പർച്ചേസ് നടക്കുമ്പോൾ വരുന്ന ക്യാരിയേജിന് നമ്മൾ ക്യാരിയേജ് ഇൻവേർഡ് എന്നാണ് പറയുന്നത്. ക്യാരിയേജ് ഇൻവേർഡ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരിയേജ് ഔട്ട്വേർഡ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. ക്യാരിയേജ് ഓൺ സെയിൽ എന്ന് പറയുന്നത് ക്യാരിയേജ് ഔട്ട്വേർഡ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വേജസ് പെയ്ഡ് ഫോർ ഇറക്ഷൻ ഓഫ് മിഷനറി മസ്റ്റ് ബി ഡെബിറ്റഡ് ടു. മിഷനറിയുടെ ഇൻസ്റ്റലേഷന് വേണ്ടി പേ ചെയ്യുന്ന വേജസ് ശരിക്കും എക്സ്പെൻസ് ആണോ? ഒരിക്കലുമല്ല, എക്സ്പെൻഡിച്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിഷനറി അക്കൗണ്ടിലേക്ക് തന്നെയാണ് മിഷനറി ഇൻസ്റ്റാൾ ചെയ്യാനാവുന്ന എക്സ്പെൻസുകളെല്ലാം നമ്മൾ മാറ്റിവെക്കുന്നത്. ഓക്കെ, വേജസ് പെയ്ഡ് ഫോർ ഇറക്ഷൻ ഓഫ് മിഷനറി എന്ന് പറയുന്നത് മിഷനറി അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് മിഷനറി മാത്രമല്ല, ഏത് അസറ്റും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും അതിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ടും നമ്മൾ മുടക്കുന്ന എമൗണ്ടുകളെല്ലാം എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ അതാത് അസറ്റിൻ്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ മിഷനറിയുടെ സ്ഥാനത്ത് പല അസറ്റുകളും തരാം. അതാത് മിഷനറി അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ജേണൽ എൻട്രി റിക്വയർഡ് ഫോർ ട്രാൻസ്ഫറിങ് നോമിനൽ അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായ ജേണൽ എൻട്രിയുടെ പേരാണ് ക്ലോസിംഗ് എൻട്രി. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസിന് ശേഷം വരുന്ന മിസ്റ്റേക്കും എറേഴ്സും കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജേണൽ എൻട്രിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. ഓക്കെ, അപ്പോൾ അതാണ് ക്ലോസിംഗ് എൻട്രിയാണ് നോമിനൽ അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത്. കുഞ്ഞൊരു MCQ സെക്ഷനാണ്, പക്ഷെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ പഠിക്കാനായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് MCQs ആയിട്ട് നമുക്ക് കാണാം. താങ്ക്